ഈ രാവിലെയും രാത്രിയും ഒക്കെ വീട്ടിൽ നിന്നിട്ട് ജീവിതത്തിൽ വിജയിച്ച എത്ര പേരുണ്ട്? ആരുമില്ലേ? ഞാൻ എന്റെ പെണ്ണുങ്ങളെ കൂടെ കുറെ കാലം നിന്നിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ആകെ ഉണ്ടാക്കി അവളെ സ്നേഹം കുറെ ചവിട്ടിക്കുത്തലൊക്കെ കിട്ടി. ആ ചവിട്ടിക്കുത്തലൊക്കെ ഇപ്പൊ ഒഴിവായി. ഇപ്പൊ എന്താണെന്നറിയോ? ഇപ്പൊ അവളെ കൂടെ നിൽക്കാൻ നേരില്ല. തീർച്ചയായും ഇന്നോട് ഫസ്റ്റ് ആയിട്ട് ഈ ഹോളിനകത്ത് വന്ന എത്ര പേരോട് ഉണ്ട്? ജസ്റ്റ് ഹാൻഡ് റൈസ് കൈയൊന്നും നോക്കിയോ? ഫസ്റ്റ് ആയിട്ട് വന്ന വെരി ഗുഡ്, വെൽ ഡൺ, ഗുഡ് ജോബ്, നല്ല കൈയ്യടി, നല്ല കൈയ്യടി. സോ എനിവേ തീർച്ചയായിട്ടും ഇന്നത്തെ പ്രോഗ്രാമിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇസ്മായിൽ സാർ അടങ്ങുന്ന ഈ ഓർഗനൈസേഷനിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം, കളർഫുൾ ആയിട്ട് എന്റെ ലീഡർ, എന്റെ STCകൾ, എന്റെ TCകൾ, DTCകൾ, എല്ലാ ആളുകളെയും റിയലി ഞാൻ അപ്രീഷിയേറ്റ് ഫോർ എല്ലാവരും. അതിനുപരി നിങ്ങളെ ഇതൊന്ന് വായിക്കാം, മഗാസാഗ എന്ന് പറഞ്ഞ ഈ പരിപാടി ശാഖയാക്കി മാറ്റിയ ഈ എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഞങ്ങൾക്ക് നല്ലൊരു കഴിക്കാൻ കൊടുക്കുക. ഒരു കാര്യം ഓപ്പണാണ്, 2024 സക്സസ്ഫുൾ എടുത്ത തീരുമാനത്തിനകത്തും SBG മലബാർ മില്ലിനീസിനകത്ത് തീരുമാനത്തിനകത്തും ഏറ്റവും ബെസ്റ്റ് ലീഡറും ഏറ്റവും ബെസ്റ്റ് ഞാൻ അടങ്ങുന്ന ഓർഗനൈസേഷനകത്ത് 1 ലക്ഷം രൂപ റെഗുലർ 2024 വരുമാനം വാങ്ങാൻ പോകുന്ന ഏറ്റവും ദ ബെസ്റ്റ് ടീമായിട്ട് മാറാൻ പോകുന്ന ഒരു ടീമാണ് ഈ സ്പോൺസർ അടങ്ങുന്ന ഈ ഓർഗനൈസേഷൻ. പൊട്ടലോട് പൊട്ടലാണില്ലേ? ഇനി ഒറ്റ കാര്യം പറയാനുള്ളൂ മൈ ഫ്രണ്ട്സ്, ഞാൻ വളരെയധികം ഹാപ്പിയാണ്, ഞാൻ വളരെയധികം എൻജോയ് ചെയ്താണ്. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കൊടുക്കുന്ന ഒരു സമയത്താണ്. കാരണം എന്തുകൊണ്ട് ജീവിതത്തിനകത്ത് ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് ചെയ്യുന്നത് എപ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് സമ്പത്തും ടൈമും ഒരുമിച്ച് കിട്ടുകയാണെങ്കിലാവും. ടൈം ഫ്രീഡം വിത്ത് മണി ഫ്രീഡം ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കും, സുഖം ഉണ്ടായിരിക്കുമോ? ഞാൻ ലൈഫിനകത്ത് ഈ രണ്ട് കാര്യത്തിനകത്തും പ്രയാസപ്പെട്ട മനുഷ്യനാണ്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം എന്റെ കാര്യത്തിനകത്ത് ഒരു കാര്യത്തിനകത്ത് മാറ്റം വെക്കാൻ പറ്റാത്ത രീതിയിനകത്ത് വരുമാനം എല്ലാ ആഴ്ചയിലും, ഇപ്പൊ ഇന്ന് ബുധനാഴ്ചയാണ് അല്ലേ? ഇന്ന് ബുധനാഴ്ച വരുമാനം കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ ഒത്തിരി പേര് ചിലപ്പോ ഇതിനകത്തുണ്ടാവും, ആണല്ലേ? എന്നാ ഇന്ന് ഈ ബുധനാഴ്ച വരുമാനം കിട്ടിയിട്ട് ബാങ്ക് അക്കൗണ്ട് ഒന്നും പറയാൻ കനം കൂട്ടണം എന്നുള്ള പേര് എത്ര പേരുണ്ട്? അതാണ് ഞാൻ ആക്ച്വലി ഇന്ന് വരുമാനം വരുന്നതിന്റെ ചെലവിന് വേണ്ടിയിട്ടല്ല. ഇന്നൊരാഴ്ച വരുമാനം വരുന്നത് എല്ലാ ചെലവും കഴിഞ്ഞാലും ക്യാഷ് എത്രയും ബാലൻസ് ആണ്, ഇത്രയും ബാലൻസ് ആണ് ക്യാഷ്. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ വൈഫിന് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട്, കാരണം ഞാൻ എന്റെ വൈഫിനകത്ത് ഈ ബിസിനസിനകത്ത് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേടിയിട്ടുള്ളത് എന്റെ വൈഫാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ബിസിനസിനകത്ത് പുറകോട്ട് വലിച്ചത്. അതിന്റെ കാരണം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാരണം ഒത്തിരി പറയേണ്ടി വരും. കാരണം എന്താ, ജീവിതത്തിൽ അത്രത്തോളം എന്റെ ഭാര്യനെ കൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നല്ല രീതിയിലും കേടുന്ന രീതിയിലാണ്. നല്ല രീതിയിൽ യഥാർത്ഥത്തിലുള്ള ജീവിതം ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പൊ 3 വർഷമായിട്ടുള്ളൂ. ശരിക്കും 3 വർഷം, 4 വർഷമായിട്ട് 2 വർഷം വരെ ഫൈനാൻഷ്യൽ ബിസിനസിനകത്ത് വന്നിട്ട് ശരിക്കും നിങ്ങളെ പോലെ തന്നെ പല പ്രയാസങ്ങളും പ്രതിസന്ധി കൂടി തന്നെ ഞാൻ ബിസിനസിനകത്ത് കൂടെ വളർന്നത്. പക്ഷെ പ്രയാസം പ്രതിസന്ധി വന്ന സമയത്ത്, ജീവിതത്തിലൊരു പ്രയാസവും പ്രതിസന്ധിയും സ്ട്രഗിൾസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പുറകോട്ട് വലിക്കുന്നത് ആരായിരിക്കും? ആരാണ്? പെണ്ണുങ്ങളാണോ? അല്ല, ആണോ അല്ലേ? പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രയാസവും പ്രതിസന്ധി ഉള്ള സമയത്ത്, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ആരാണ്? ഭാര്യമാരാണ്. ആണല്ലേ? അതാണ് ഭാര്യമാരെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. ഈ പ്രയാസവും പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് എന്റെ ഭാര്യ ഏറ്റവും കൂടുതൽ എന്നെ എന്ത് ചെയ്തത്, പ്രശ്നത്തിലേക്ക് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം എന്തുകൊണ്ട്, ഞാൻ എന്റെ ജീവിതത്തിനകത്ത് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്റെ ഭാര്യനെ അനുഭവിപ്പിക്കാൻ പറ്റാത്തോടത്തോളം ഞാൻ അനുഭവിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ ഭാര്യ എന്നെ എതിർക്കുന്നത്. കാരണം 8 ബിസിനസ് ചെയ്ത് 8 നില പൊട്ടി കഴിഞ്ഞിട്ട് വീടിന്റെ ആധാരം കൊണ്ടുപോയി പണം വെച്ച് അടുത്ത അയൽപക്കത്തുനിന്ന് അമ്മിണി നടന്ന ഓളെത്തുനിന്ന് 12 പവൻ സ്വർണം വാങ്ങിയിട്ട് ബിസിനസ് ചെയ്യാൻ തന്നാ പിന്നെ എന്റെ വില കിട്ടുള്ളൂ. വിലക്ക് എന്താ ചെയ്യാ? വീട്ടിൽ ബിസിനസ് ചെയ്യാൻ വീട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയാവുള്ളൂ? നിങ്ങളൊക്കെ അനുവദിക്കുന്ന ഭർത്താക്കന്മാരെ, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ ഒറ്റ വാക്ക് മാത്രം, ഇനിയൊരു ബിസിനസ്സും കച്ചവടം ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങളെന്നുള്ളത് ഞാൻ നോക്കുക, ഞാൻ ഇറങ്ങി പോകുന്നതാണ്. ഞാനിപ്പോ നിന്റെ ഭാര്യ മടിയാർ ഫ്രണ്ട്സ് ഓപ്പൺ ആയിട്ട് ടെല്ലും മടിയാർ ഫ്രണ്ട്സ് രാത്രി 2:30 മണിക്ക് എന്റെ റൂമിനകത്ത് വാട്ടർ കോട്ടേഴ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് റോഡിന്റെ മുകളിൽ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി ഓടിയിട്ടുണ്ട് എന്റെ ഭാര്യ. എന്തുകൊണ്ടാണ്? സാമ്പത്തിക പ്രയാസത്തെ കുറിച്ചിട്ട് കൂടുതൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ നമുക്ക് എന്ത് ചെയ്യും? പ്രയാസം പ്രതിസന്ധി വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും?
നമ്മളെ നേരം വിടും ആണോ അല്ലേ? അപ്പൊ വർത്താനം ഉണ്ടാവും. ഇന്ന് വരെ എന്റെ ഭാര്യനെ തച്ചിട്ടൊന്നുമില്ല, പക്ഷെ തൊള്ളോണ്ട് നല്ല തരും. അത് മതിയല്ലോ, കൈകൊണ്ട് അടിച്ച് ഒറ്റടിക്ക് തീരും ആണോ അല്ലേ? ചില വാക്കുകൾ പറഞ്ഞാലോ അത് ചിലപ്പോ അക്കോലത്തിൽ കൊടുക്കും ആണോ അല്ലേ? പക്ഷെ ആ വാക്കുകളൊക്കെ തീരാൻ എന്തുകൊണ്ട് തീരും? പ്രതികാരം വേണം ജീവിതത്തിനകത്ത്. എന്താണ്? സക്സസ്ഫുൾ ആയിട്ട് കാണിച്ചു കൊടുക്കണം മൈ ഡിയർ ഫ്രണ്ട്സ്. സ്വന്തം കുടുംബത്തിന്റെ മുന്നിൽ സക്സസ്ഫുൾ ആയിട്ട് കാണിച്ചു കൊടുക്കണം. ഞാൻ എന്റെ ഭാര്യനോട് പറഞ്ഞത്, എന്ത് പറഞ്ഞാലും ശരി, ഞാൻ എന്നെ മാറ്റി നിർത്തേണ്ടി വന്നാലും ശരി, അൽത്താഫ് ബിസിനസ് ചെയ്യാതാണ്, ഈ ബിസിനസ് ചെയ്യാതെ പോകൂല മോളെ എന്ന് പറഞ്ഞപ്പോ ഓളെന്നോട് പറഞ്ഞ യഥാർത്ഥ വാക്കാണ്, ഇനി ഒരു ബിസിനസിനകത്തേക്ക് കൈയും കാലും കുത്തിയാൽ ഞാൻ നിങ്ങളെ ഒഴിവാക്കി പോകുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പോയാലും ശരി ഞാൻ ഈ ബിസിനസ് നിർത്തൂലായിരുന്നു. അപ്പൊ അപ്പൊ അവർക്ക് വേണ്ടാതെ ഞാൻ പോണില്ലാന്നുള്ള തീരുമാനം മൊത്തം വെച്ച് പറഞ്ഞില്ലെങ്കിൽ ഇടക്കിടക്കിനോട് പോകുന്നു പോയ അടുത്ത് കെട്ടാൻ തരുന്ന അങ്ങനെ ഒരു തീരുമാനം ഒന്നും ഒന്ന് കേട്ടാൽ തന്നെ അവനാൻ അറിയാലോ ഫുഡ് ഇറക്കാനുള്ള ബുദ്ധിമുട്ടാക്കി. അതുകൊണ്ട് പ്രയാസമൊന്നുമില്ല. ഐ എം റിയലി ഹാപ്പി. ഞാൻ എന്റെ മാരേജ് ലൈഫിനകത്ത് വളരെ ഹാപ്പിയാണ്. ഞാൻ പറയും, എന്റെ ആദ്യ രാത്രി 3-4 കൊല്ലം മുന്നേ ഞാൻ കല്യാണം കഴിച്ചിട്ട് 10-24 കൊല്ലായിട്ടുണ്ട്. പക്ഷെ എന്റെ ആദ്യ രാത്രി എന്റെ ലൈഫൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ ഒരു 4 കൊല്ലായിരുന്നു ശരിക്കും ജീവിതം എൻജോയ് ചെയ്ത് തുടങ്ങി. കാരണം എന്തുകൊണ്ട്? ഞാൻ അത്രയും പ്രയാസം പ്രതിസന്ധി നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നൊരു ബ്യൂട്ടിഫുൾ ലൈഫാണ്. എന്താണ് ബ്യൂട്ടിഫുൾ ലൈഫ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ മോൻക്കും മക്കൾക്കും ഒക്കെ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ മിഠായി ആയിക്കോട്ടെ വാങ്ങിച്ചു കൊടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ട്. എന്നാ ഇന്ന് അവരെന്താ ചോദിക്കുന്നതാ. ഇന്നലെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയാൽ മോള് പറയാണ്, ഹൈലൈറ്റ് മാളില് ചൊവ്വാഴ്ച ദിവസം അൽഫാം ഫുൾ ഓഫർ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരിക്കും? അൽഫാം ഫുൾ ഓഫർ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന വാങ്ങിക്കോ. നിങ്ങൾ വെൽനസ് പറഞ്ഞ് നിങ്ങൾ അൽഫാം പഠിക്കും ചെയ്യുന്നത്. ഞാൻ വളരെ കുറവാണ്. അപ്പൊ മൂത്ത മോപ്പം തല വന്നിട്ടുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു വേഗം ഓർഡർ ചെയ്തു പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിക്കും ഞാൻ പറയാം ഓർഡർ ചെയ്തു. അതിന്റെ മുന്നത്തെ ദിവസം ഞാൻ കുണ്ടോട്ടിയുടെ ഇങ്ങനെ വരികയാണ്. കുണ്ടോട്ടി കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് കുണ്ടോട്ടിന്റെ ഒരു ഷോപ്പ് ഉദ്ഘാടനം. ബ്രോസ്റ്റ് 299 റുപ്യ ഓഫർ. ആഹാ അടിപൊളി. ഞാൻ എന്റെ നാട്ടിൽ ഒന്ന് വിളിച്ചു നോക്കിയാൽ 299 റുപ്യക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണമെന്ന് വെച്ച് ഇമ്മൊന്ന് എളാമൊന്ന് അമ്മോനൊന്ന് അങ്ങനെ നോക്കിയപ്പോണ്ടല്ലോ 6 ആപ്പ് സാധനമായി. വണ്ടിന്റെ ഡിക്കിൽ വിട്ട് കഴിഞ്ഞ് നേരെ സുഖമായിട്ട് പോകുന്ന എല്ലാവർക്കും കൊടുത്ത് ഒരു സൽക്കാരം കഴിക്കണമെങ്കിൽ എത്ര റുപ്യ ഉണ്ടാവും? ഇതെല്ലാവരും വീട്ടിനകത്ത് സൽക്കാരം ചെയ്യാൻ പറ്റും ആണല്ലേ? ഞാൻ പറയുന്നത് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് അതാണ്. എന്തെന്നറിയാം? തിന്നാൻ കൊടുക്കുക, നല്ലോണം തിന്നാൻ കൊടുക്കുക. ഞാൻ നല്ലോണം തിന്നില്ല, ഇപ്പൊ കുറച്ച് എന്റെ വള്ളം നിങ്ങൾക്ക് അറിയാം ആണല്ലേ? നല്ലോണം തിന്നിനെ മനസ്സിലാക്കും. കാരണം നമ്മളെ എടുത്ത് പറയും ചെയ്യും നമ്മൾ നല്ലോണം തിന്നുകയാണല്ലേ? ഇപ്പൊ ആകെ ഞാൻ തിന്നുന്ന സാധനം മീനാണ്. നീ നല്ലോണം തിന്നു. എന്നാലും വാങ്ങി വലിയൊരു കട്ടില് വാങ്ങി ഞാൻ ഒറ്റയ്ക്ക് ഞാൻ 6 കുട്ടികളൊന്നും തിന്നില്ല. ഒരു ചെറിയ കഷ്ടം ഞാൻ കംപ്ലൈന്റ് ഇരുന്ന് പെണ്ണുങ്ങളോട് ഇറങ്ങി ഓല അൽഫാം മേടിച്ചോട്ടെ ഞാൻ കട്ടിലി അടിക്കാൻ. കാരണം ഇഷ്ടമുള്ളത് മേടിയപ്പോൾ ഇഷ്ടമുള്ള നേരത്ത് ഭക്ഷണം കഴിക്കണം ആണല്ലേ? അതല്ല ജീവിതം. ഇഷ്ടമുള്ള നേരത്തെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടണം ആണല്ലേ? ഇസ്മായിൽ സാർ ഒരു പ്രോഗ്രാം വരാൻ അറിഞ്ഞ സമയത്ത് ഞാൻ ഇസ്മായിൽ സാറോട് ഇവര് കറുപ്പും വെള്ളിയിടുന്നത്. അങ്ങനെ പറഞ്ഞു ഞാനായിട്ട് എന്തിനാ വർക്കിന്? ഞാനും കറുപ്പും വെള്ളിയായിട്ട് ഞാൻ ഇസ്മായിൽ സാറെ പ്രോഗ്രാമിനകത്ത് 7250 റുപ്യ ഞാനും മുടക്കി, കൂട്ടും മുടക്കി, ബാങ്കും മുടക്കി. നല്ല രീതിയിലാണ് ഞാൻ 7600 റുപ്യ മുടക്കില്ല. ഞാനും നിങ്ങൾ മുന്നിൽ വെക്കണം. എന്തിനാണെന്നറിയോ? ന്യൂ പ്രോഗ്രാം നമ്മൾ ന്യൂ ആയിട്ട് കിടക്കട്ടെ. ഞാൻ പറയും നിങ്ങൾക്ക് 2024-25 ഒക്കെ ആകുന്ന സമയത്ത് മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾ ആലോചിക്കുന്ന ഒരു ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എന്താണ്? ഒരു നല്ലൊരു വീട് ആണല്ലേ? നല്ലൊരു കാർ ആണല്ലേ? ബാങ്കിൽ ഒരു 2-3 10 ലക്ഷം റുപ്യ ബാങ്ക് ബാലൻസിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും? ലൈഫാണോ മീഡിയ ഫ്രണ്ട്സ്? ഒരു 6 വർഷം MI ലൈഫ് സ്റ്റൈൽ ചെയ്തപ്പോ ഇതാണ് നിന്റെ ലൈഫ് സ്റ്റൈൽ. ഇതാണ് നിന്റെ ലൈഫ് സ്റ്റൈൽ. ബാങ്ക് ബാലൻസ് ഉണ്ട്, നല്ല ദൈവത്തിന്റെ അനുഭവം, നല്ലൊരു വീടുണ്ട്, നല്ല കാറുണ്ട്, നല്ല ബൈക്കുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. 1 രൂപ പോലും കടബാധ്യതയില്ല. ഇപ്പൊ ഇവിടെ ഇരുന്ന സമയത്ത് കൊടുത്തതിന് പറയല്ല, അങ്ങനെ പറയില്ല. എന്നാലും എന്റെ ഡ്രീംസിന്റെ സ്വപ്നമായിരുന്നു. അത് എന്തുകൊണ്ട് പറയുന്നതായിരുന്നു? 2000 ഞാനൊരു ഈ ബിസിനസിനകത്ത് വീട് തുടങ്ങിയിട്ട് വീടിന്റെ അടി ഇടുന്ന സമയത്ത് ഞാൻ അടിയിലാളെ വീട്ടിൽ കയറാൻ തീരുമാനിച്ചു. കാരണം നാട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ് ഞാൻ വീട് എടുക്കുന്നത്. അടിയിലാളെ വീട്ടിൽ കയറാൻ വേണ്ടി വീട്ടിൽ അടിയിലാളെ കയറുന്ന സമയത്ത് ഇന്നെന്റെ മുതലാളി വിളിച്ചാൽ ഞാൻ അൽത്താഫെ എന്റെ കയ്യിൽ എത്ര അടിയിടാൻ പൈസ അല്ലേ? ഞാൻ പറഞ്ഞ താഴെ ഉള്ളത് 10,000 റുപ്യ ഉള്ളതാണ്. ആ 10,000 റുപ്യ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടാ എന്റെ അടി ഞാൻ തരാം. എന്റെ അടി ഞാൻ തരാം. എനിക്ക് പ്രശ്നമാക്കണ്ട, അടി ഞാൻ തരാം. ടൈം ഞാൻ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഫ്രണ്ട്സ് അന്ന് സങ്കടമുണ്ട്, വിഷമുണ്ട്. പക്ഷെ എന്റെ പ്രാർത്ഥനയുടെ പവർ എന്താണല്ലോ? എന്തെങ്കിലും ഒരു ദിവസം മടിയ ഫ്രണ്ട്സ് ഇതിന് എനിക്കും ചെയ്യാൻ പറ്റണം എന്നുള്ള ഇതിന്റെ പ്രാർത്ഥന. എന്തെങ്കിലും ഒരു ദിവസം
ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ് 4ാമത്തെ വീടാണ് ഇവിടെ ഇരുന്നിട്ട് അടിയിട്ടെടുത്തത്. 20-25 രൂപയുടെ ടൈൽസ് മൈ ഡിയർ ഫ്രണ്ട്സ് എടുത്തു കൊടുക്കുക. അപ്പൊ ഇവിടെ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു പാവപ്പെട്ട ഒരു വീടിന്. ഇതെന്താണെന്നറിയോ? അടങ്ങാത്ത വാശി, അടങ്ങാത്ത പതറാത്ത മനസ്സ് ബിസിനസിനകത്ത് വിജയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. വാങ്ങാനുള്ളത് മാത്രമല്ല, ചെയ്യാനുള്ള ഒരു മനോഭാവമാണ് കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിൽ വിജയിക്കാന്നുള്ളത് മാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെ സക്സസ് കൊണ്ട് പല ആളുകളുടെ ജീവിതത്തിനകത്തും ചെറുതും വലുതുമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റണം മൈ ഡിയർ ഫ്രണ്ട്സ്. അത് പറ്റണം. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സക്സസ്. ഒരു 5 മുതൽ 5 വർഷം ആത്മാർത്ഥതയോട് കൂടിയിട്ട് മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യും. നമ്മൾ ചെയ്യുന്നതിനേക്കാളും വലിയ രീതിയിൽ മൈ ഡിയർ ഫ്രണ്ട്സ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് ബിസിനസ് ചെയ്യാം. പക്ഷെ എന്ത് വേണമെന്നറിയോ? പണി എടുക്കാനുള്ള ഒരു മനോഭാവം വേണം. എന്താണ് പണി? പണി എന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. നമ്മളെ കഴിവിന്റെ മാക്സിമം പരമാവധി സ്കില്ലെടുത്തിട്ട് പുറത്തിടണം. നിങ്ങളെ കഴിവിന്റെ മാക്സിമം എടുത്ത് പുറത്തിടണം. അതാണ് പരിധി. ഒരു പരിധി ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ജീവിതത്തിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കാൻ. നിങ്ങളൊക്കെ ബിസിനസിനകത്ത് വർക്ക് ചെയ്തിട്ട് ബെറ്റ് കാണുന്ന സമയത്ത് കെടുത്തുറങ്ങാനുള്ള ഒരു ടെൻഡൻസി വരണം. രാവിലെ ഇറങ്ങിയിട്ട് പണിയെടുത്തിട്ട് ഐശമനത്തിനോടൊക്കെ ചോദിച്ചാൽ മതി. ഈ ബിസിനസിനകത്ത് ഇറങ്ങിയ സമയത്തൊക്കെ നമ്മള് 12 15 മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു ദിവസം പ്ലാൻ പ്രസന്റ് ചെയ്യാതെ വീട്ടിൽ കയറാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു മൈ ഡിയർ ഫ്രണ്ട്സ്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നോ? ജീവിതത്തിനകത്ത് ഇത് നടക്കൂല എന്ന് പറഞ്ഞാലും കുടുംബത്തിൽ നിന്ന് കളിയാക്കിയാലും വാടക കോട്ടേഴ്സിൽ താമസിക്കുന്ന സമയത്ത് സ്വന്തം കൂടപ്പറപ്പ് പോലും മൈ ഡിയർ ഫ്രണ്ട്സ് ആ കോട്ടേഴ്സിലേക്ക് കയറാൻ താല്പര്യപ്പെട്ടിട്ടില്ല. ഒരു ദിവസമെങ്കിലും മൈ ഡിയർ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുത്തണം എന്നുള്ള ഒരു വാശിണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഈ ബിസിനസ് നോ പറഞ്ഞ ആൾക്കാരെ നമുക്ക് പ്രശ്നമായിട്ടില്ല. കാരണം നമ്മൾ എസ് കേൾക്കാനാണ് നമ്മൾ ഓടിയിരുന്നത്, നോ കേൾക്കാനല്ല. 100 കണക്കിന് ആളുകൾ നോ പറഞ്ഞ സമയത്ത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം എസ് ആരാണ് പറഞ്ഞത് അതിന്റെ മുന്നാലെയാണ് നമ്മൾ ഓടിയിരുന്നത്. ആ സമയത്ത് എസ് പറഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ടായി. എന്നോട് മുന്നിൽ ഇരുന്നിട്ട് ഒരാൾ ചോദിച്ചാൽ ഞാൻ ഈ ബിസിനസ് ഒന്നും ചെയ്താൽ എനിക്കൊരു കവചപ്രാസം മതി. നമ്മളിങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നിനും കിട്ടുമല്ലോ. അപ്പൊ ഒരാൾ ഞാനിങ്ങനെ ഫുൾ എക്സൈറ്റ്മെന്റ് ഫുൾ ത്രില്ല നിങ്ങളൊന്നും കിട്ടിയിട്ട് വേണം എനിക്ക് 2,10,000 അടിച്ചാൽ. അപ്പൊ ഞാൻ എന്നോട് പറയാണ് എനിക്കൊരു കവചപ്രാസം മതി. മീറ്റിങ്ങിന് ചെമ്മുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ വരില്ല. ഞാൻ പറയായിക്കോട്ടെ, മീറ്റിങ്ങിനൊന്നും വരണ്ട. മീറ്റിങ്ങിന് വരരുത്. ഞാൻ കവചപ്രാസം മാത്രം മതി, വേറെ ഒന്നും വാങ്ങണ്ട. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസിനകത്ത് അന്ന് കവചപ്രാശാണ് വാങ്ങിയെന്നുണ്ടെങ്കിൽ ഇന്ന് ഇയാളെന്റെ ഒരു അല്പം ക്രൂയിസറും വാങ്ങി. അത് കൂടാതെ ഇപ്പം വാങ്ങിയ സംഖ്യന്റെ വരുന്നത് ഒരു 5 EV പാടെ കൂടി 2 വണ്ടി തന്നെയാണ് ഇപ്പൊ വാങ്ങി ഈ ബിസിനസ്. ആലോചിച്ചോക്ക എന്തിനു വന്നാണ്? കവചപ്രാശത്തിന് വന്ന അതല്ലേ കവചപ്രാസം മതി എന്നറിഞ്ഞപ്പോ മീറ്റിംഗ് ഒന്നും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യില്ല. ഇപ്പോ മീറ്റിങ്ങിനകത്ത് ജനിച്ചിട്ടുള്ള ഒഴിവില്ല. ഓടി പിടിച്ചതാ ഭാര്യ, കണ്ണനായി ഭാര്യ ഒരു ഒഴിവില്ല. ഞാൻ ബാബയുടെ ടീച്ചർ, മറ്റോടത്തെ ടീച്ചർ, ഇവിടെ ട്രെയിനിങ് അവിടെ ട്രെയിനിങ്. ഈ ഇടുക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഒരൊറ്റ മുങ്ങിട്ട് പിന്നെ നോക്കണോ എവിടെയെങ്കിലും ഉണ്ടാവും എന്ത് ചെയ്യുന്നത്? തൈലിന്റെ ഉത്തരവ് പെരുവോട്ടോട് ഓട്ടം. ഒരു ദിവസം എന്തായാലും ശരി അന്നിട്ടുള്ള വണ്ടി ടാറ്റാഞ്ചിക്കോ ഓടിയിട്ട് ഞാൻ ഇയാളെ എവിടെ പിടിച്ചു തന്നെ ഇയാളെ നാട്ടിന്റെ ഉമേസിന്റെ വീടിന്റെ മുന്നിട്ട് പിടിച്ചാൽ ഇയാളെ പിടിച്ചിട്ട് ഞാൻ ഇയാളോട് അന്വേഷിച്ചു. ആദ്യം പറഞ്ഞ വർത്താനം എന്താണല്ലോ? ഞാൻ പറഞ്ഞു നിങ്ങൾ മരിച്ചാണെങ്കിൽ നിങ്ങളെ മയ്യത്ത് കുളിപ്പിച്ച് അങ്ങനൊന്ന് നിന്ന് തരണം. കാരണം അച്ഛാക്ക് വർത്താനം അതിനേക്കാൾ മുമ്പ് നിന്ന് തരുന്നതൊന്ന് കുളിപ്പിച്ചാൽ ആ ചാക്ക് ഓട്ടം വേർപ്പോയി വേണ്ടിട്ടായി മണ്ട. ഞാൻ മൂപ്പരോട് ചോദിച്ചു ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു മാസങ്ങൾ പെരെ കുത്തർന്ന് എന്തായിരിക്കും അവസ്ഥ എന്ന്. അപ്പൊ ഇയാളെന്ന് ആലോചിച്ച് അപ്പൊ എനിക്ക് തോന്നി സാധനം എനിക്ക് ഒതുകൂലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം മനോജ് സാർ ഉണ്ട് നമ്മളെ ചെങ്കീരി ഇങ്ങനെ വരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അപ്പൊ നമ്മളിതാണല്ലോ ഈ കീരിയുള്ള ഒരു സ്വഭാവം ഉണ്ട്. എന്താണ്? നമ്മൾ ഈ പാമ്പിനെ കണ്ടാൽ മൊത്തത്തിൽ മൂത്രം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ അയാൾ പോന്നിട്ട് ചെങ്കീരിനെ കൊണ്ടുവരുന്നത് 4 യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അതിനെ പറ്റി പീസാക്കും. ആണല്ലേ? ഈ സാധനം എനിക്ക് കയ്യിലൊന്നും കാലത്ത് കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷൊക്കെ. നേരെ മനോജ് സാർ എവിടുന്ന് വരുന്നുണ്ട്? വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഇതിനെ കൊണ്ടുപോയിട്ട് കുറച്ചു നേരം ചെയ്ത് നമ്മൾ ഈ പുകക്ക് മറ്റേ പയം പുകക്ക് ഇടണ മാതിരി അന്ന് ആ വണ്ടിയിൽ ഇട്ടിട്ട് 10 മിനിറ്റ് വരെ ആ പുക കിട്ടുക. ഇതൊന്നായിട്ട് ആവി അടിച്ചിങ്ങനെ നടന്നപ്പോ ഒരു പുക അന്ന് മറ്റേ കൂരിയാടുന്നല്ലേ കൂരിയാടുന്ന് ഇറങ്ങി വെക്കുമ്പോഴേക്കും ഒരു പുക 2 ലക്ഷം 10,000 ഒന്നായിട്ട് ഓടുകയാണോ? അതോടുകൂടി അതുകൊണ്ട് ശരിയായി. ഒരാളെ ബാറ്ററി പോയി, ഇയാളെ ഭാവിയിൽ പോയി, എല്ലാ സാധനവും പോയി. ഇപ്പൊ എന്തായി? ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം എന്താണെന്നറിയോ? ഓരോ ഒഴിവാക്കിയാലല്ല, ഈ പരിപാടി ഒഴിവാക്കിയാലല്ല. ഇന്ന് ഇവർ ഈ സാധനം നിർത്തിയാലും
ഇവർ കൊണ്ടുവന്ന ആളുകൾ ഈ പരിപാടി നിർത്തുക. അതുകൊണ്ട് എന്താണ് ഈ ബിസിനസിനകത്ത് ലൈഫ് ലോങ് എന്താണ് ഇവര് സേഫാണ്. ആണോ അല്ലേ? ഒരു ആൾക്കെന്തെങ്കിലും ഒരു മീൻ വാങ്ങിക്കൊടുക്കാൻ പറ്റും. ചൂണ്ടൽ കൊടുത്താലോ വല കൊടുത്താലോ ജീവിതകാലം ഇവനും വല വീതും മീൻ പിടിക്കാണോ അല്ലേ? ഈ അവസരമാണ് മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആളുകൾക്ക് ഞാൻ 4ാം ക്ലാസ്സുകാരനാ, പക്ഷെ ഇവരൊക്കെ ഏത് ക്ലാസ്സാണ്? ഒന്ന് കോളേജ് ലെക്ചറാണ്, മറ്റേത് കോളേജിന്റെ അതിലും വലിയ ബാബ ലെക്ചറാണ്. ഈ കാര്യങ്ങൾ നമ്മൾ 4ാം ക്ലാസ്സുകാരന് ബലം പിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കൊക്കെ കൊണ്ടുവരാം. ഞാൻ കരുതി ഒറ്റ കരുതിയാൽ മാത്രമല്ല. എന്താ അറിയോ? ധിരുഭായ് അംബാനി 4ാം ക്ലാസ്സുകാരനാണ്. ആണോ അല്ലേ? ഹെൻറി ഫോർഡ് എന്ന് പറഞ്ഞുള്ള വ്യക്തി, ഫോർഡിന്റെ ഓണർ 4ാം ക്ലാസ്സുകാരനാണ്. ആണോ അല്ലേ? ഇവരെ സ്ഥാപനത്തിലൊന്നും ഒരു 4ാം ക്ലാസ്സുകാരനില്ല. മനസ്സിലാക്കണം. പിന്നെ ഞാൻ 4ാം ക്ലാസ്സുകാരന് മൈലേക്ക് കൊണ്ടുവന്നിട്ട് 4ാം ക്ലാസ്സുകാരനെ കൊണ്ടുവന്നുള്ള അവസ്ഥ എന്താവും? എന്തായിരിക്കും അവസ്ഥ? ഓരോ പിന്നെ സ്കൂൾ പോകാത്ത പോലെ തെരഞ്ഞെടുക്കും. ആണോ അല്ലേ? നമ്മളവിടെ മുമ്പ് മൈലഫിൽ ബിസിനസ്സിൽ വന്നിട്ട് ഓൻ പറഞ്ഞു അവൻ ആദ്യം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് ഒരു ആളെ സ്പോൺസർ ചെയ്ത് അയാൾക്ക് ഈ പൈ നോക്കണ പണിയാ. അയാൾ പിന്നെ അയാളോട് പാല് ഇറക്കണവനെ കൊണ്ടുവരില്ല. പാല് ഇറക്കണോ കൊണ്ടുവന്ന പോകുമ്പോ പിന്നെ ചാണകം വരുന്നവനെ പിന്നെ അവിടുന്ന് പോലെ നോക്കഞ്ഞത് എവിടുക്കാ പോകാനില്ല. അപ്പൊ മര്യാദ ഈ ബിസിനസ് കൊണ്ടുപോകേണ്ടത് അയാൾക്കെല്ലാം മോൾക്കാണ് കൊണ്ടത്. ആണല്ലേ? അപ്പൊ നല്ല പോലെ ഈ ബിസിനസിനകത്ത് നല്ല ക്വാളിറ്റി കഴിവുള്ള ആളുകളെ ബിസിനസിനകത്ത് കൊണ്ടുവരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളെ പണി കുറയും. ആണല്ലേ? അതാണ് ബിസിനസിനകത്ത് വേണ്ടത്. ഇതിനകത്ത് ഈ ബിസിനസ് മോൾക്കുള്ളതാ, തലന്റെ മോൾക്കുള്ള ബിസിനസ്, താഴത്തേക്കുള്ള ബിസിനസ് അല്ല. നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാന്നുണ്ടെങ്കിൽ ബുദ്ധിക്ക് പണിയെടുക്കണം. ആണല്ലേ? അതിന് എന്താ വേണ്ടതെന്നറിയോ? ലേൺ, ഡു, ടീച്ച്. അതിനകത്ത് എന്താ? പഠിക്കുക, ചെയ്യ, പഠിപ്പിക്കുക. ആണല്ലേ? പല ആൾക്കാരും എന്താ ചെയ്യുക? പഠിക്കും, പഠിപ്പിക്കും, നടുവുള്ള സാധനം കട്ട. ആണല്ലേ? ജീവിതത്തിൽ ആൾക്കാർ വിജയിക്കാത്തതിന്റെ ഏറ്റവും വലിയ സമ്പാദം നമ്മൾ നല്ല പഠിക്കും, എന്നിട്ട് നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കാൻ നോക്കും. എന്തായിരിക്കും അവസ്ഥ? സമ്പാദം നടക്കൂല. നിങ്ങൾ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യുക, എന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക? പഠിപ്പിക്കുക. ആണല്ലേ? അതാണ് ഈ ബിസിനസിനകത്ത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താലേ ഈ ബിസിനസിനകത്ത് വിജയിക്കുള്ളൂ. അതുകൊണ്ടാണ് മീഡിയ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയാം, നിങ്ങൾ അതിന് ഓർഗനൈസേഷന്റെ ഏറ്റവും ബെസ്റ്റ് ലീഡർ ആരാണ്? നിങ്ങളെ മാതൃക ആരായിരിക്കണം? നിങ്ങളായിരിക്കണം മാതൃക. ആണല്ലേ? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് ഇസ്മായിൽ സാറാണോ, സോയിബ് സാറാണോ, അൽതാഫ് സാറാണോ, മനോജ് സാറാണോ, മുബീൻ സാറാണോ തോന്നുന്നുണ്ട്. ആണോ? എന്തൊക്കെ നിങ്ങൾക്ക് തോന്നില്ലേ? മൂപ്പരായാൽ നന്നായി ആണല്ലേ? ആദ്യം നിങ്ങളായാൽ മതി. അവനാന്റെ സ്കില്ലും കഴിവിനെ കുറിച്ച് തിരിച്ചറിയാം. ഞാൻ ഈ ബിസിനസിനകത്ത് വന്ന സമയത്ത് വരാത്തുണ്ട് പാന്റ് ഇടാൻ നമ്മൾ ഇട്ടിട്ടില്ലേ, സൂട്ട് നമ്മൾ ഇടൂലേനി, ഷർട്ട് നമ്മൾ ഇടൂലേനി. 1400 റുപ്യയിട്ട് പാന്റ് ഇടണമെന്ന് തീരുമാനിച്ചപ്പോ മിഠായി തരുന്ന് പോയി കഴിഞ്ഞ് പാന്റും കുപ്പായും 1400 രൂപയ്ക്ക് 2 പാന്റ്, 2 ഷർട്ട്, 1 ഷൂ, 1 ബെൽറ്റും ബാഗും വാങ്ങിയത് 1400 രൂപ. കാണല്ലേ? ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ മുന്നിൽ നിൽക്കുമ്പോ 1 മീറ്ററിന് വരും നേടിയ 1600 രൂപ ഈ ഷർട്ടിന്. 1 മീറ്ററിന് വരും, 1 മീറ്ററിന് വരുമായിരിക്കും. ഈ രീതിയിൽ വളർത്തിയത് ഏതാണെന്നറിയോ? ഈ ബിസിനസിനോടുള്ള കമ്മിറ്റ്മെന്റ്. നേരത്തെ ഇവിടെ ആയിഷ മേഡം പറഞ്ഞു മുറിച്ചാൽ എന്താ വരികയാണെങ്കിൽ മൈലേക്ക് വരും. അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞ ഈ ബിസിനസ് എവിടെ കയറണം എന്നറിയോ? എവിടെ കയറണം? ബ്ലഡിക്ക് കയറണം. സ്കിന്നിന്റെ മുകളിൽ കയറിയിട്ട് കാര്യമില്ല. സ്കിന്നിന്റെ തൊലിന്റെ മുകളിൽ കഴിക്കാൻ പോകും. ആണല്ലേ? പക്ഷെ ബ്ലഡ് അറിയാലോ, അത് മൊത്തം നമ്മളെ ഈ ക്യാൻസർ ഒക്കെ പറഞ്ഞ ബ്ലഡ് പെട്ടെന്ന് ഓടി പിടിക്കുന്നതല്ലേ. എന്നാൽ മൈലേജ് സ്റ്റൈലുള്ള ബ്ലഡ് കരുതി കഴിഞ്ഞാൽ മൂർത്താൽ കയറും. മൂർത്താൽ കഴിയാലോ 2:10 കിട്ടും. 2:10 കിട്ടും. യാതൊരു സംശയമില്ല. അല്ലാതെ 2:10 പ്രത്യേകിച്ച് എന്തില്ല, 2:10 പ്രത്യേകിച്ച് ഒരു വയ്യൂല്ല, ഒരു വയ്യൂല്ല. ഇവിടെ ഫ്രണ്ട്സ്, ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഞാൻ നിങ്ങളോട് അത് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ആദ്യം നോക്കേണ്ടി, നിങ്ങള് ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. നിങ്ങളെ ഫാദർ, നിങ്ങളെ മദർ കഴിഞ്ഞ നിങ്ങളെ ഈ ജീവിതകാലത്ത് ഉണ്ടാക്കിയ അസറ്റിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിക്കാം. ദ സെയിം ടൈം നിങ്ങളെ ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കിയ സാമ്പത്തിക ഭദ്രത എത്ര എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് ശരിക്കും ചിന്തിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇതേ സാധനം ഇനിയും 10 വർഷം കണ്ടിന്യൂ ചെയ്താല് നിങ്ങളെ ലൈഫ് എവിടെ എത്തും? ശരിക്കും ആലോചിച്ചാൽ നിങ്ങളെ ലൈഫ് എവിടെ എത്തും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. അത് ശരിക്കും ചിന്തിച്ചിട്ട് ലൈഫ് സ്റ്റൈൽ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുകയാണ് നിങ്ങൾക്ക് ഇതേ ലൈഫ് സ്റ്റൈൽ മാറാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ കൺ ടെൽ യു, ഡെഫിനറ്റ്ലി ഐ കൺ ടെൽ യു, നിങ്ങൾ ബിസിനസിനകത്ത് കടന്നു വരും. നിങ്ങൾ ബിസിനസിനകത്ത് കടന്നു വരും. ഒരു 5 വർഷം സക്സസ്ഫുൾ ഗ്ലോബൽ നടന്ന ഓർഗനൈസേഷന്റെ കൂടെ
നിങ്ങൾ ഇറങ്ങുന്ന ഈ മുന്നിൽ നിൽക്കുന്ന എന്റെ ലീഡേഴ്സിന്റെ കൂടെ നിങ്ങൾ ധൈര്യത്തിൽ ഇറങ്ങി. ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, നിങ്ങളെ കുടുംബം 100% സേഫ് ആവും, 100% സേഫ് ആവും. ഇറങ്ങ, പ്രവർത്തിക്ക. ഇതെല്ലാം വേറെ അതല്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാർഗം 5 കൊല്ലം കൊണ്ട് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ല ജെന്യൂൻ ആയിട്ടുള്ള മാർഗം ഉണ്ടെങ്കിൽ വിട്ടോളി. ഈ പരിസരത്ത് നിൽക്കണ്ട, ഫാൻ പാഞ്ഞിട്ട് പോയി ചെയ്തോളി. അതെല്ലാം ഉണ്ടെങ്കിൽ പോരികളെ നമ്മുടെ കൂടെ ഒരു കൈവെക്കാൻ നമ്മൾ റെഡിയാണ്. ഒരു കൈവെക്കാൻ നിങ്ങൾ റെഡിട്ടോ? ഈ യെസ് കൊണ്ട് വലക്ക പോവും പയനീക്ക്. ആ യെസ് എന്ന് പറഞ്ഞാൽ എവിടുന്ന് വരണം? അടിവയറ്റിന്ന് വരണം. അടിവയറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, നിൽക്കൂട്ട്. ആ അതുകൊണ്ട് അടിവയറ്റിന്ന് വരണം. യെസ് ആണോ അല്ലേ? 2024, 25 തീരുമ്പോ മടിയാ ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ 9 മാസം 11 മാസം മുന്നേ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ മോളിനോട് കാറിനെ കുറിച്ച് പറഞ്ഞാൽ എന്റെ മോള് ചോദിക്കാൻ എന്താണെന്നറിയോ? എന്താ ചോദിക്കാറിയോ? മഴക്കാലം എന്നാ പറയാ. സ്വന്തമായിട്ട് ഒരു കാർ വാങ്ങാൻ പാപ്പാക്ക് കഴിയില്ലാന്ന് പറഞ്ഞതാ. മോളോട് ഞാൻ പറയും, മോളെ ഈ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയാല് ഈ കോളേജിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും നല്ല ബൈക്ക് ആയിക്കോട്ടെ, ഏറ്റവും നല്ല കാർ ഉപയോഗിക്കുന്ന ആൾ ഇല്ലാവെന്ന് പറഞ്ഞാൽ മോളെന്താ പറയാന്നറിയോ? ചിരിച്ചോളിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇത് ചിരിച്ചിനാണ് മതി. അപ്പം 6 വർഷം മുന്നേ. ഇന്ന് നിങ്ങൾ ആലോചിച്ച അന്ന് ഞാൻ എന്റെ മോളോട് പറയും, ഐ വിൽ വൺ ഡേ, ഒരു ദിവസം വരും മോളെ, ഒരു ദിവസം വരും താട്ടി. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇന്ന് എന്റെ മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 6 വർഷം കൊണ്ട് പ്രാബല്യത്തിൽ വരുത്തി കൊടുക്കാൻ വേണ്ടി ഫ്രണ്ട്സ് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നവർക്ക് നേടിക്കൊടുക്കാൻ പറ്റും. പറയാൻ എന്തുവാണെന്നറിയോ? ഒരു വാശി വേണം ജീവിതത്തിനകത്ത്. വാക്കിന് വില വേണം. പറഞ്ഞാല് നമുക്കൊക്കെ പല ആൾക്കാരോടും പറയാതെ മതി. എന്താണ് ഇപ്പൊ കുട്ടികളോട് നിങ്ങൾ പറയാണ്, ഒരു 6 മാസം കഴിഞ്ഞ 8 മാസം കഴിഞ്ഞ ആൾക്ക് ഞാനൊരു ബസ് വാങ്ങി തരും. അല്ല ബസ്സെന്നോ ലൈൻ ബസ് പോകാൻ അല്ല, ഒരു കാർ വാങ്ങി തരും, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങി തരും, അല്ലെങ്കിൽ മക്കളോട് പറയാണ് ഒരു പവൻ സ്വർണം വാങ്ങി തരും. പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അത് മൈൻഡിലേക്ക് നിന്ന് വരുമാനം കിട്ടിയിട്ട് പറയാനുള്ള ധൈര്യം ഇല്ലാത്ത എന്താ അറിയോ? പണിയെടുക്കേണ്ടിയല്ലോ, കിട്ടുവാ സംശയമാണ്. ആണല്ലേ? ഇന്ന് വരെ ജീവിതത്തിൽ സംശയം വെച്ച് പണിയെടുത്തോന്നും എവിടെ എത്തിയിട്ടില്ല. എവിടെ എത്തിയിട്ടില്ല. സംശയം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, ഒരു സാധനം ഉണ്ടായിരുന്നു. സംശയം ഇല്ലാതെ വേണം പണിയെടുക്കാൻ പറ്റണം. അതിന് പറ്റണം. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആ കാര്യങ്ങളെ കുറിച്ച് പറയും. ഞാൻ എന്റെ കുടുംബത്തെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്. കാരണം റിയലി ഐ എക്സൈറ്റഡ്. കാരണം എന്റെ മോളെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വളരെയധികം എക്സൈറ്റഡ്. കാരണം എന്താ, എന്റെ മോളാണ് ഒരു തവണ എന്നോട് ഒരു ടൈഗർ ബിസ്ക്കറ്റ് ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റാൻ ചോദിച്ചു. എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് മടിയാ ഫ്രണ്ട്സ്. ഒരു ടൈഗർ ബിസ്ക്കറ്റ് ചോദിച്ചിട്ട് എന്റെ മോളോട് ഞാൻ പറയുന്നുണ്ട്, പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓളോട് പറയും ഇപ്പൊ ടൈഗർ ബിസ്ക്കറ്റ് കഴിക്കണ്ട, അപ്പൊ ശനിയാഴ്ച വാങ്ങി തരണം. ആലോചിച്ച് നോക്കണം. നിങ്ങളെ മക്കളോട് ടൈഗർ ബിസ്ക്കറ്റ് ചോദിച്ചു, ഒരു ബിസ്ക്കറ്റ് ചോദിച്ചിട്ട് വാങ്ങി കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. എന്റെ മോള് കഴിഞ്ഞ ആഴ്ച 3 ആഴ്ച മുന്നേ ഞാൻ മോളുമാരെ കൂടിയിട്ട് വീട്ടിൽ കുറച്ച് നേരത്തെ വന്നപ്പോൾ ഇപ്പൊ എന്റെ കൈച്ചേര് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ കൈച്ചേര് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഫറൂഖ് ജ്വല്ലറിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിട്ട് പോയ സമയത്ത് പോണ ബൈക്കോട് അറിഞ്ഞ് ദുബായ് ജ്വല്ലറി ഉണ്ട്, നല്ല സെലക്ഷൻ ഉണ്ട് എന്ന് അറിഞ്ഞ്. ഞാൻ പറഞ്ഞ അന്റെ സ്വർണ്ണം എടുത്തത് അവിടുന്നല്ല, അപ്പൊ അവിടെ പോട്ടെ നമ്മളൊന്ന് കേറി നോക്കാൻ. കേറി നോക്കിയിട്ട് മടിയ ഫ്രണ്ട്സോട് അവിടുന്ന് എടുത്തത് ഒരു ഡയമണ്ടിന്റെ കൈച്ചേനും ഒരു കാലത്തുള്ള കുത്തുന്ന ഡയമണ്ടിന്റെ സാധനമാണ്. അപ്പൊ മറ്റേ സാധനം അവിടെ ഉണ്ട്. ഇത് വാങ്ങിച്ചു കൊടുക്കാൻ എക്കോട്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ മോളെ ഇതിന് പൈസ ഇപ്പൊ വേണ്ടേ? അപ്പച്ചിന്റെ ഗൂഗിൾ പേ ആണ് തള്ളി കൊടുത്താൽ മതി. ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞു എന്തായാലും ശരി ആയിക്കോട്ടെ തന്നെ. നമ്മൾ ആലോചിച്ച് നോക്കാം. ആ സമയത്തൊക്കെ ഞാൻ ചിന്തിക്കൽ എന്താ, ഞാൻ പൈസ ഉണ്ട് എനിക്ക് കൂടെ. ആ പൈസ ചോദിക്കല്ല, അക്കൗണ്ടിൽ പൈസ ഉണ്ടോ? ആ വരുവൈക്കാരൻ അറിഞ്ഞു നമ്മളെ അക്കൗണ്ടിൽ പൈസ ഓളാക്കാൻ ചിലപ്പോ ഓക്കും കാലത്ത് വേണ്ടി വരും. അപ്പൊ നമ്മളത് തൽക്കാലം ഇപ്പൊ എന്ത് ചെയ്യണ്ട, ഇജി ഓളോട് മുന്നിൽ ഉണ്ടാവും ഇക്കാലം നമുക്ക് ഒപ്പിച്ചാൽ അത്രയല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഒപ്പിച്ച് ഞാൻ ഗൂഗിൾ പേ ചെയ്താൽ നിങ്ങൾക്ക് പൈസ എത്താൻ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതിൽ ബാലൻസ് വരുമല്ലോ. അപ്പൊ ഇവിടെ നോക്കട്ടെ എന്നറിഞ്ഞ് ബാലൻസ് ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത് നോക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞു. നോക്കി നമുക്ക് വേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു ഈ രീതിയിനകത്തുള്ള ഒരു എൻജോയ്മെന്റ് സ്വന്തം മക്കളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ അവനാൻ ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടപ്പെട്ട സമയത്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത അതാണ് മടിയ ഫ്രണ്ട്സ് ഒരു ആണിന്റെ ഒരു പെണ്ണിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ധൈര്യം എന്താ പറയുക, ഏറ്റവും വലിയ ഘടകം എന്താ പറയുക. ഒരു ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാല് അത് പിന്നെ വാങ്ങിത്തരാന്ന് പറയണേ സിറ്റുവേഷൻ ഇല്ലാത്തൊരു ലൈഫ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു മക്കളെ മൈലേഷനാണ്. കഴിഞ്ഞ 6 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ലൈഫിനകത്ത്. ഇത് നേടിയവനാണ്, നേടിയെടുത്തവനാണ്, ഇഞ്ഞുതിനും വലുത് നേടാൻ നിൽക്കുന്നവനാണ്. യാതൊരു സംശയം കരുതണ്ട. മീഡിയ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മളുണ്ടോ. ഞാൻ എന്തൊക്കെ നേടിയോ ആ നേടിയതൊക്കെ നിങ്ങൾക്ക് നേടിത്തരാൻ ഞങ്ങളെ കൂടെ ഉണ്ടാവും. ഒരുമിച്ചൊരു യാത്ര കൂടെ ആണല്ലേ. അപ്പൊ ഒരു കൈവക്കാൻ ഞാൻ റെഡിയാണ്. ഒരു കൈവ